അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നിൽക്കുന്നത് ബദർ യുദ്ധം നടന്ന സ്ഥലത്താണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 313 സഹാബ് തമ്പടിച്ചിരുന്ന സ്ഥലം ഇവിടെയാണ്. ആ സ്ഥലത്താണ് മസ്ജിദുൽ അരീസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ഇവിടെ സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹിന്റെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ നാളെ യുദ്ധം തുടങ്ങും. നാളെ യുദ്ധം തുടങ്ങുമ്പോൾ ആയിരക്കണക്കിന് ശത്രുക്കള് അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവ്വസന്നാവുമായി കൊണ്ട് അവിടെ ഇതിന്റെ അപ്പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഇതിന്റെ നേരെ തൊട്ടപ്പുറത്ത് അവർ തമ്പടിച്ചിട്ടുണ്ട്. അവര് ഈ പിന്നെ നോമ്പ് നോറ്റ് പട്ടിണി കിടന്നുകൊണ്ട് ഒരായുധങ്ങളുമില്ലാത്ത നിരായുധരായ 313 സഹാബികളുമായി കൊണ്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. റബ്ബേ നാളെ ഇവരെങ്ങാനും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ദീനിന് വേണ്ടി ഇവിടെ ഇബാദത്ത് ചെയ്യാൻ, നിനക്ക് സുജൂദ് ചെയ്യാൻ ഈ ഭൂലോകത്തൊരു മനുഷ്യനുണ്ടാവില്ല റബ്ബേ. അതുകൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹിന്റെ ഹബീബ് പ്രാർത്ഥിച്ച സ്ഥലമാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ സഹാബത്തും ഇരുന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത സ്ഥലം. പിൽക്കാലത്ത് ഇവിടെ ഒരു പള്ളി ഉണ്ടായി. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ അരീസ് എന്ന് പറയുന്ന പള്ളി. അങ്ങനെ റസൂൽ നേരം വെളുത്തു, യുദ്ധം തുടങ്ങിയ. പക്ഷേ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? അവരുടെ തടാകങ്ങൾ, മുസ്ലിങ്ങൾ ഇവിടെ ഒരു തടാകം കെട്ടിയിരുന്നു. മുസ്ലിങ്ങൾ അതിലേക്ക് നല്ല അള്ളാഹുവിന്റെ മഴ വർഷിച്ചുകൊണ്ട് നിറച്ച് വെള്ളം അതിലേക്ക് വന്നു വീണു. ആ തടാകത്തെ കെട്ടിക്കൊണ്ട് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തടാകത്തെ കാത്തു. എന്ന അവസ്ഥ പാട്ട് പമ്പൂറ്റ ഹംസ ചാടി ടംബിയസിൽ മാറണ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്കൊക്കെ അറിയില്ലേ? അതുണ്ടായ ചരിത്രങ്ങളൊക്കെ ഇവിടെയാണ്.